السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. സൂറത്തുൽ മുസമ്മിലിലെ 5-6 ആയത്തുകളാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. ഇന്നാ സനുൽഖി അലൈക, ഇന്നാ സനുൽഖി തീർച്ചയായും ശേഷം നാം ഇട്ടുതരും, നാം അവതരിപ്പിക്കും, അലൈക നബിയെ അങ്ങയുടെ മേൽ, ഖൗലൻ സഖീല ഭാരമായ ഭാരിച്ച ഒരു വചനത്തെ, ഭാരിച്ച ഒരു വചനം താങ്കളുടെ മേൽ നാം അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന നാശിഅത്തൽ ലൈലി, തീർച്ചയായും രാത്രിയുടെ യാമങ്ങൾ, രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്, രാത്രിയുടെ ആരാധന എന്നുള്ളത്, ഹിയ അശദ്ദു വത്അൻ, അത് നിന്റെ പാദങ്ങളെ ശക്തമാക്കുകയും വഅഖ്വമു ഖീല, വാക്കുകളെ സുബദ്ധമാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. രാത്രി എഴുന്നേറ്റ് ഉറക്കമുണർന്ന് തഹജ്ജുദൊക്കെ നിസ്കരിക്കുക എന്നുള്ളത്, ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്, അത് പാദങ്ങളെ ശക്തമാക്കുകയും വാക്കുകളെ സുബദ്ധമാക്കുകയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് ചെറുതായി വിശദീകരിക്കാം. നബിയെ അങ്ങയുടെ മേൽ ഭാരിച്ച വചനത്തെ എന്ന് പറഞ്ഞു. ഈ വചനം ഭാരിച്ചതാണ്. വചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ. അത് ഭാരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ ഖുർആനിലുള്ള നിയമങ്ങളും അതിന്റെ കൽപ്പനകളും വിരോധനകളും ഭാരിച്ചതായിട്ട് അനുഭവപ്പെടും. ഒരു യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമായിട്ട് അനുഭവപ്പെടും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണെങ്കിൽ അന്ന് അത്രമേൽ തെറ്റുകുറ്റങ്ങൾ വ്യാപകമായ സമയം, അവിടെ ഖുർആനിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമായിരുന്നു. അപ്പൊ ഭാരിച്ച വചനത്തെ അങ്ങയുടെ മേൽ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഖുർആനിലെ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ് ഇതൊക്കെ. അപ്പൊ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആയത്തുകളും സൂറത്തുകളുമുണ്ട്. അതൊക്കെ ഭാരിച്ചതാണ് എന്ന്. ഈ ഭാരിച്ചത് എന്നതിന് ഒരുപാട് അർത്ഥങ്ങൾ പണ്ഡിതന്മാർ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് ഭാരിച്ചത് എന്ന് പറഞ്ഞാൽ നാളെ ഖിയാമത്ത് നാളിൽ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും ഭാരം കൂടിയതാണ് എന്ന്. അഥവാ ഖുർആനിന്റെ ശാസനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോ അതിന്റെ ആ കർമ്മങ്ങളുടെ പ്രതിഫലം നാളെ പരലോകത്ത് മീസാൻ എന്ന ത്രാസിൽ ഭാരത്തോടെ തൂങ്ങുന്നതാണ് എന്ന അർത്ഥം ചിലർ പറയുന്നുണ്ട്. അതാണ് ആ ഭാരിച്ച വചനം എന്ന് പറഞ്ഞാൽ. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാന്നുള്ളത് മീസാൻ എന്ന ത്രാസിൽ നല്ല ഭാരമുള്ളതാണ് എന്ന്. ഖുർആൻ വലിയ ഭാരം എന്ന് പറയുമ്പോൾ അത് വലിയ വിഷയമാണ്. അള്ളാഹുവിന്റെ ഗാംഭീര്യതയും അള്ളാഹുവിന്റെ മഹത്വത്തെയും അത് വിളിച്ചോതുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമേൽ തണുപ്പുള്ള സമയത്താണെങ്കിലും ആ തണുപ്പുള്ള നേരത്ത്, വഹി ഇറങ്ങുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടം വിയർക്കുമായിരുന്നു. അതുപോലെ ഒട്ടകപ്പുറത്തിരിക്കുമ്പോഴാണ് വഹി ഇറങ്ങുന്നതെങ്കിൽ ആ ഒട്ടകം അനങ്ങാൻ കഴിയാതെ നിൽക്കുമായിരുന്നു. അതൊക്കെ ഒരു വലിയ ഭാരമായി അനുഭവപ്പെടുമായിരുന്നു എന്ന്. വഹി ഇറങ്ങുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നേ ക്ലേശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വിവർണമാവുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിആ. പർവ്വതത്തിന്റെ മേലാണ് ഈ ഖുർആനിനെ ഇറക്കിയതെങ്കിൽ ആ പർവ്വതം പോലും കിടുകിടുക്കുമായിരുന്നു അള്ളാഹുവിനെ ഭയന്നതിനാൽ. അപ്പോൾ വലിയ ഭാരിച്ച വചനങ്ങളാണ് വിശുദ്ധമായ ഖുർആനിലുള്ളത്. ആ ഭാരിച്ചത് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാൻ കഴിയൂല എന്നല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യനും അവന് സാധ്യമാവാത്തതൊന്നും അല്ലാഹു തആല കൽപ്പിക്കുകയില്ല. സാധ്യമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ നമ്മുടെ മനസ്സിന് ഭാരമായി അനുഭവപ്പെടുന്നു. അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ അല്ലാഹുവിന്റെ ഗാംഭീര്യത്താലും മഹത്വത്താലും ഭാരമുള്ളതാകുന്നു. അപ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ ഭാരിച്ച എന്ന് പറയുന്ന വാക്കിനെ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്.
മറ്റു ചിലര് പറയുന്നത് മുനാഫിഖീങ്ങളുടെ കള്ളത്തരങ്ങൾ അഥവാ കപടവിശ്വാസികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുകയും അവരുടെ നാട്യങ്ങളെയും പൊളിവാക്കുകളെയും ഗണ്ണിക്കുകയും ചെയ്തതിനാൽ ഖുർആൻ അവരെ സംബന്ധിച്ചിടത്തോളം ഭാരിച്ചതായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം കാണാം, ഭാരിച്ചത് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നതും ഒരേ നിയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നതും എന്നതിന്റെ ആ ഒരു അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഭാരിച്ചത് എന്ന വാക്ക്. ഖൗലൻ സഖീല, ഭാരമുള്ള വാക്ക്. ഇന്ന നാശിഅത്തൽ ലൈലി, രാത്രിയുടെ യാമങ്ങൾ അഥവാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് ഹിയ അശദ്ദു വത്അൻ, അത് പാദങ്ങളെ ശക്തമാക്കുന്നതാണ്. വ അഖ്വമു ഖീല, വാക്കുകളെ സുബദ്ധമാക്കുകയും ചെയ്യുന്നതാണ്, ശക്തമാക്കുകയും ചെയ്യുന്നതാണ്, വാക്കുകളെ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ഈ നാശിഅത്തുൽ ലൈൽ എന്നതിനും ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. രാത്രിയുടെ മണിക്കൂറുകൾ അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ, രാത്രിയിലുണ്ടാകുന്ന സംഭവം, രാത്രിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം, രാത്രിയിലെ ആരാധന, അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ എന്നതൊക്കെയാണ് ഇതുകൊണ്ട് ഈ നാശിഅത്തുൽ ലൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് പാദങ്ങളെ ശക്തമാക്കുന്നു, വാക്കുകളെ വ്യക്തമാക്കുന്നു. പകലിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ ശ്രദ്ധകൾ മാറിപ്പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ പാതിരാ നേരത്ത് ഇരുട്ടത്ത് എഴുന്നേറ്റ് വുളൂവെടുത്തിട്ട് തനിച്ച് ഒറ്റക്ക് നിസ്കരിക്കുമ്പോ അതവന്റെ ശ്രദ്ധ, താല്പര്യം കൂടാനും അതുപോലെ തന്നെ അവൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും വ്യക്തമാകാനും അതൊരു കാരണമാണ്. മഹാന്മാരൊക്കെ മഹാന്മാരായത്, അള്ളാഹുവിന്റെ സാമീപ്യം നേടിയത്, മുഖറബീങ്ങളിൽപ്പെട്ടത് ഈ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ള അല്ലെങ്കിൽ രാത്രിയെ ഹയാത്താക്കുക എന്നുള്ള നന്മകൾ കാരണം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം ഇങ്ങനെയാണ്, അലൈക്കും ബിഖിയാമിൽ ലൈൽ ഫഇന്നഹു ദഅബുസ് സാലിഹീന ഖബ്ലകും, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത്, അങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ പതിവാണ്. അതുപോലെ ഫഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, അത് അല്ലാഹുവിന്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. വതക്ഫീറുൽ ലിദ്ദുനൂബ്, അത് പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, പൊറുപ്പിക്കുന്നതാണ്. വമത്റദത്തുൽ ലിദ്ദാഇ അനിൽ ജസദ്, അത് ശരീരത്തിലുള്ള രോഗങ്ങളെ ആട്ടിപ്പായിക്കുന്നതാണ്. വമൻഹാത്തുൻ അനിൽ ഇസ്മ, അത് കുറ്റകരമായ കാര്യങ്ങളെ നിരോധിക്കുന്നതുമാണ്. അഥവാ തഹജ്ജുദ്, പാതിരാക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ പകലുകളിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവന് തെറ്റായ കാര്യങ്ങളിലേക്ക് പോവാൻ ആ രാത്രി നിസ്കാരം അവനെ അനുവദിക്കുകയില്ല എന്ന്, ആ രാത്രി നിസ്കാരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവനെ തടയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ ഈ രാത്രി നിസ്കാരങ്ങളൊക്കെ മുറപ്രകാരം നിർവഹിക്കുമ്പോ അവൻ ആത്മീയമായി ശക്തിയുള്ളവനാകും. അങ്ങനെ മാനസികമായി ആത്മീയമായി ശക്തിയുള്ളവനാകുമ്പോ പിന്നെ ഭാരിച്ച വചനത്തെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഖുർആനിന്റെ ഭാരിച്ച വചനത്തെ ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും അവൻ കാര്യപ്രാപ്തിയുള്ളവനായി മാറും. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധമായ ഖുർആൻ ഇത് പറയുന്നത്. അഥവാ ഖുർആനിന്റെ വചനങ്ങൾ ഭാരിച്ച വചനങ്ങളാണ്. പക്ഷെ ആ ഭാരിച്ച വചനങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ ഏറ്റെടുക്കാനും സാധ്യമാവണമെങ്കിൽ രാത്രി നിസ്കാരം പോലെയുള്ള, രാത്രിയിലെ ഇബാദത്ത് പോലെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ആത്മീയമായി ശക്തി നേടണം എന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ സാരം. അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഫർള് നിസ്കാരം പോലും നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് മഹാന്മാരായ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും രാത്രിയിലെ ഭൂരിഭാഗം സമയവും നിസ്കാരത്തിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു, ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്ന് ഈ സൂറത്തുൽ മുസമ്മിലിന്റെ തുടക്കത്തിലല്ലേ നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? അത്രമേൽ മോശകരമായ ആ ഒരു കാലഘട്ടത്തിൽ ആ മോശമായ ചുറ്റുപാടുകളിൽ വളരുകയും ആ
ആ മോശമായ ചുറ്റുപാടുകളിൽ ലയിക്കുകയും ആ മോശത്തരങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ആളുകൾ, അവർക്ക് പിന്നീട് ഖുർആനിനെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ആ തുടക്കത്തിൽ അവർ രാത്രിയുടെ ബഹുഭൂരിഭാഗം സമയവും ആരാധനയിൽ സമയം ചെലവഴിച്ചതുകൊണ്ടാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ രാത്രിയിലെ ആരാധന എന്നുള്ളത്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത്, അത് നമ്മുടെ ഹൃദയത്തിന് ശക്തി പകരുന്നതാണ്. അത് നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അത് നമ്മുടെ വാക്കുകളെ വ്യക്തമാക്കുന്നതാണ്, സുബദ്ധമാക്കുന്നതാണ് എന്ന് ഈ ഖുർആനിന്റെ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ഇൻഷാ അല്ലാഹ്, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. ആ സ്വാലിഹീങ്ങളുടെ ചര്യയെ നമ്മളും ചേർത്ത് പിടിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.